വയനാട് മുട്ടിൽ മരമുറി കേസിന്റെ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. സുൽത്താൻ ബത്തേരി കോടതിയാണ് കേസ് പരിഗണിക്കുക. പ്രതികൾക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കൂടി താൽപര്യം കണക്കിലെടുത്ത് നേരത്തെ സർക്കാർ പ്ലീഡറായിരുന്ന ജോസഫ് മാത്യുവിനെയാണ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് കോടതി നടപടികൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഡിസംബർ 4-ാം തീയതിയാണ് മുട്ടിൽ മരമുറി കേസിന്റെ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി വി ബന്നി ഈ സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനുശേഷം കേസ് ആദ്യമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിനിടെ നേരത്തെ ഈ വിഷയം ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത്, അതായത് ഈ വിവാദ ഉത്തരവിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള മരമുറി നടക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നിർദ്ദേശം ആദ്യമായി രേഖാമൂലം നൽകിയത് ജോസഫ് മാത്യു എന്ന അഭിഭാഷകനാണ്. അദ്ദേഹം ആ സമയത്ത് ഗവൺമെൻറ് പ്ലീഡറായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലയളവ് കഴിഞ്ഞതാണ്. പിന്നീട് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അദ്ദേഹത്തെ നിയമിക്കാൻ സർക്കാർ നിയമിച്ചത്, നിയമന ഉത്തരവ് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൽ അന്വേഷണ സംഘത്തിൻ്റെ കൂടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏവരും ഉറ്റുനോക്കുന്നത് പ്രതികൾ കോടതിയിൽ ഹാജരാകുമോ എന്നുള്ള കാര്യത്തിലാണ്. വിചാരണ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആദ്യം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിയാകും ഉണ്ടാവുക. പക്ഷേ അത് ഇന്നുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. എന്തായാലും വേഗത്തിൽ തന്നെ ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണിപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്നത്. വിശദമായ രീതിയിൽ തന്നെ കേസിൻ്റെ ഫയലുകളെല്ലാം തന്നെ ഇപ്പോൾ ജോസഫ് മാത്യുവിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ കൈമാറിയിട്ടുണ്ട്. അത് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 111 നാൾ മാത്രം ആയുസുണ്ടായിരുന്ന റവന്യൂ വകുപ്പിൻ്റെ വിവാദ ഉത്തരവിൻ്റെ മറപറ്റിയാണ് 112ഓളം മരങ്ങൾ മുട്ടിൽ സൗത്ത് വില്ലേജിന് കീഴിൽ നിന്ന് മുറിച്ചു കടത്തിയത്. ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ആദ്യ കേസാണ് ആദ്യമായി പരിഗണിക്കുന്നത്. അതിൽ 8 പ്രതികളാണ് ഉള്ളത്. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെ 8 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ളത്. ഇവർ ഹാജരാകുമെന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും വ്യാജരേഖ ചമയ്ക്കലടക്കമുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ്, പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസികളും അതോടൊപ്പം തന്നെ കർഷകരുമായ ഭൂവുടമകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ മരമുറി നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഉയർത്താനുള്ള ആ സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട KLC നടപടികൾ ഈ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കർഷകരും ആദിവാസികളായ ഭൂവുടമകളും നൽകിയ അപേക്ഷ അത് റവന്യൂ വകുപ്പിൻ്റെ പക്കലാണ്. ആ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കോടതി ഈ കേസ് പരിഗണിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. വേണു, സുർജിത്ത്, ഈ DNA പരിശോധന അടക്കം ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിൽ തന്നെയാണല്ലോ പ്രോസിക്യൂഷൻ ഈ വിചാരണ നടപടികളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണം നടന്നു എന്ന് കരുതാമോ? കുറ്റപത്രം അത്രയും കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം ഇതിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ളത് അത്രയും പഴക്കമുള്ള മരങ്ങൾ, അതായത് 500 വർഷത്തിലധികം പഴക്കമുള്ള ഈട്ടിമരങ്ങൾ ഈ മുറിച്ചു കടത്തിയവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള DNA പരിശോധന PG-KFRയിൽ നടത്തിയ അതിൽ വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിൽ മരങ്ങളുടെ കണക്ക് എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായി ഈ ആദിവാസികളും അതോടൊപ്പം തന്നെ കർഷകരുമായ ഭൂവുടമകളെ വഞ്ചിച്ചാണ് ഇത്തരത്തിൽ അവർക്ക് ഉയർന്ന പണം വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ മരം മുറിച്ച് കടത്തിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒത്താശകൾ ഉൾപ്പെടെ നിരവധി പേരുടെ ഒത്താശയും ഗൂഢാലോചനയും എല്ലാം നടന്നിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള ആക്ഷേപവും നേരത്തെ ഉയർന്നിരുന്നതാണ്. എന്തായാലും ഈ അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ഡിസംബർ 4-ന് ഇത് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി നടപടികളിലേക്കാണ് കിടക്കേണ്ടത്. ആ നടപടികൾ എത്രത്തോളം അത് ഈ നേരത്തെ പ്ലീഡറായിരുന്ന ഈ വിഷയത്തിൽ ഇടപെട്ട് പരിചയസമ്പന്നനായ അഭിഭാഷകനാണ് ജോസഫ് മാത്യു എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനം ചെയ്യുക. ഈ കേസുമായി ബന്ധപ്പെട്ടത് പ്രതിഭാഗത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇദ്ദേഹം ഇത് കൃത്യമായ രീതിയിൽ തന്നെ ഈ കേസിൻ്റെ പിറകിൽ ഉണ്ടായിരുന്ന ആളാണ്. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പ്ലീഡർ അല്ലാതിരുന്നിട്ട് കൂടി ആ കാലയളവ് കഴിഞ്ഞിട്ട് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത് ഈ കേസിൽ. എന്തായാലും കോടതി നടപടികൾ തുടങ്ങും. അതിനുശേഷമാകും എന്തൊക്കെയാണ് ഇനി നടപടിക്രമങ്ങൾ ഉണ്ടാവുക, എപ്പോഴാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക, മറ്റ് നടപടികളിലേക്ക് വിചാരണ അടക്കമുള്ള നടപടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനുശേഷം കൃത്യമായ രീതിയിൽ തന്നെ എങ്ങനെയാണ് കേസിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭ്യമാക്കാൻ കഴിയും. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ വിവരങ്ങളുമായി ചേർന്നത്. മുട്ടിൽ മരമുറി കേസിൽ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും.